ഏറ്റവും വലിയ പാടായിട്ടുള്ള ഒരു പണിയാണല്ലേ നമ്മുടെ സിങ്ക് എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കുക, അതുപോലെ തന്നെ അതിൽ ബ്ലോക്ക് ഒന്നും ഇല്ലാതിരിക്കുക അല്ലേ. അതുപോലെ നമുക്ക് കൂടുതൽ നല്ല നല്ല ടിപ്സുകൾ ഞാനിതിൽ കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് ആണി അടിക്കാതെയും അതുപോലെ തന്നെ പല രീതിയിൽ ഈ ഒരു വള കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ബ്ലോക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ ചെയ്യാതെ തന്നെ നമ്മൾ ബ്ലോക്ക് വരാതിരിക്കാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ എന്നും വളകളൊക്കെ കുറേ വാങ്ങാറുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് വലിച്ചെറിഞ്ഞ് കളയലാണ്. ഒരു ഡ്രസ്സിന് മാച്ച് ചെയ്തത് പിന്നെ വേറൊരു ഡ്രസ്സിന് നമ്മൾ ഇടാറില്ല. അങ്ങനെ കുട്ടികൾക്കാണെങ്കിലും കുറേ അധികം നമ്മൾ വളകളൊക്കെ വാങ്ങാറുണ്ട് അല്ലേ. അപ്പോൾ കുറേ നമ്മൾ വേണ്ടാത്ത വളകൾ ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇതുപോലെ ഒന്ന് നേരിയ കമ്പിയുടെ വളയാണ് ഞാൻ എടുത്തേക്കുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിൽ നിങ്ങൾ നേരിയ ഒരു ചൂട് തട്ടിച്ചാൽ മതി. അപ്പോൾ അതൊന്നും ഇങ്ങനെ വളഞ്ഞു വരും. കമ്പി ആകുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് വളച്ചെടുക്കുക. ഈ ഒരു ഷേപ്പ് കേട്ടോ, ഒരു ഭാഗം താന്നും ഒരു ഭാഗം പൊങ്ങിയും കണ്ടില്ലേ, ഇതുപോലെ ഒരു ഷേപ്പ് ആക്കി എടുക്കുക. ഇനി നമുക്ക് അത്യാവശ്യമായിട്ടുള്ള നമ്മുടെ കത്രികയോ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂണോ ഒക്കെ നമ്മൾ ചില സമയം നോക്കിയാൽ കാണാറില്ല അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് സ്റ്റാൻഡ് ഇല്ല ഇതൊക്കെ വെക്കാനെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. ഡബിൾ സൈഡ് ടേപ്പ് എടുത്തിട്ട് നമ്മൾ ആ ഒരു ഇത് എവിടെയാണോ വേണ്ടത് അവിടെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ വള ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കി, ഒരു അഭംഗിയില്ല, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്മളെ കയ്യെത്തും ദൂരത്ത് സാധനം കിട്ടുകയും ചെയ്യും. കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് തന്നെയുള്ള ഒരു കാര്യമല്ലേ. നമ്മൾ ഇതുവരെയും ചിന്തിക്കാത്തൊരു കിടിലൻ ടിപ്പ് തന്നെയല്ലേ ഇത്. നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ലൈക്ക് ഇടാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങൾ വിചാരിക്കും ഇത് വെയിറ്റ് ഉള്ള സാധനം താങ്ങില്ല എന്ന്. നമ്മളിത് സ്റ്റീലിൻ്റെ കയ്യിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്, യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിക്കാം കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ഇതുപോലെ കുറേ മോതിരങ്ങളും കൈച്ചെയിനും കമ്മലുകളും എല്ലാം കൂടെ ഒരുമിച്ചിടുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകാൻ നിൽക്കുമ്പം വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ, ഏതെടുക്കും ഏത് വെക്കും എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുക്കുക. ഇതുപോലുള്ള പാത്രങ്ങൾ കുറേ അധികം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത നല്ല വീതിയുള്ള വളകൾ ഇതുപോലെ ഇട്ടിട്ട് നമ്മൾ ഓരോ സെക്ഷനിലും ഓരോന്ന് ഇട്ട് കൊടുക്കാം. മോതിരം ഒരു സെക്ഷൻ, കൈച്ചെയിൻ ഒരു സെക്ഷൻ, അതുപോലെ ചെറിയ ചെറിയ കമ്മലുകൾ, റിങ്സുകൾ, അങ്ങനെ എല്ലാം നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്ത് വെച്ചാൽ വളരെ എളുപ്പത്തിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ തന്നെ ഇന്ന സാധനം ഇന്ന സൈഡിൽ തന്നെ കിടന്നോളും. എല്ലാം കൂടി മിക്സായി കിടക്കുകയില്ല കേട്ടോ. അതുപോലെ നമുക്ക് സൂക്ഷിക്കാനും വളരെ എളുപ്പമാണ്. നമ്മൾ ആ വളയില്ലാത്ത ആ സൈഡുകളിൽ നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ കൂടി ഇടാനായിട്ട് സാധിക്കും. നമ്മളുടെ ഹെയർ ബാൻഡ്, ചെറിയ പിന്നുകൾ, അങ്ങനെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ. വെറുതെ കളയാനത്തെ നമ്മൾ ഇതുപോലെയൊക്കെ ഉപയോഗിക്കാം. അടുത്തതായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ വള നിങ്ങൾ എടുക്കരുത്. ഇതുപോലെ ഫൈബറിൻ്റെയൊക്കെ വളകൾ നമ്മളെ കയ്യിൽ ഉണ്ടാവുമല്ലോ. അത് നമ്മൾ അടുപ്പിൽ നിന്നും പെട്ടെന്ന് നമ്മൾ ഈ കൗണ്ടർ ടോപ്പിലേക്ക് വെക്കുമ്പോൾ ഈ വെള്ളം എന്നല്ല, ഏതൊരു ഗ്രാനൈറ്റ് ആണെങ്കിലും അതിനൊരു ഫെയ്ഡ് വരും. അതില്ലാണ്ടിരിക്കാൻ നമുക്ക് ഇതുപോലെ നമുക്ക് വെച്ച് കൊടുത്താൽ മതി. അതിൻ്റെ ചൂട് ഡയറക്റ്റായിട്ട് അതിലേക്ക് തട്ടില്ല. അതൊരു എളുപ്പ മാർഗമാണ് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പിന്നുകൾ നമ്മൾ വെക്കുന്ന ഷെൽഫിലൊന്നും കാണാറില്ല. നോക്കുമ്പം അവിടെ ഇവിടെ ആയിട്ടൊക്കെ കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു വള എടുത്തതിന് ശേഷം ഇതുപോലെ നിങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ അലമാരിലൊക്കെ കുറേ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പം എൻ്റെ മോളുടെ ഷെൽഫാണെങ്കിൽ ക്രീമുകളും വളകളും എല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് ഇതുപോലെ നമ്മൾ ഓൺലൈനിലൊക്കെ കിട്ടും ഈ ഒരു അത് ഒട്ടിച്ചു കൊടുത്ത് നമുക്കിത് ഹാങ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. വളരെ സിമ്പിളായിട്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് പിന്നെ അന്വേഷിച്ചൊന്നും നടക്കേണ്ട കാര്യമില്ല. ഇതിൽ ഹാങ് ചെയ്ത് ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ അതവിടെ സേഫായിട്ട് ഇരുന്നോളും. അവിടെ ഇവിടെയൊന്നും പോയി കിടക്കേയില്ല കേട്ടോ. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു നല്ലൊരു ടിപ്പാണ്. നമ്മൾ യാത്ര പോകാൻ ഇറങ്ങുമ്പോഴാണ് നമുക്ക് ഈ ഒരു പിന്നിൻ്റെ ആവശ്യമൊക്കെ വരുന്നതെങ്കിൽ കുറേ നേരം നമ്മളത് തപ്പാനും പിടിക്കാനും നോക്കാനും ഒക്കെ നടക്കണം. അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് കിട്ടും. ഇതുപോലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാം കാണിച്ച് നിങ്ങളിത് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് കിട്ടാതെ ഇരിക്കുന്ന സാധനങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ചില ക്ലിപ്പുകൾ ഒക്കെ.
അടുത്തതായിട്ട് ഞാനൊരു 5 വള എടുത്തിട്ടുണ്ട്. വള എടുത്തതിന് ശേഷം ടേപ്പ് എടുത്ത് ഇതുപോലെ ഓരോ വളയുമായിട്ട് യോജിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് പശ നല്ല ഒട്ടുന്ന പശയുണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പിൽ നിങ്ങൾ ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഞാനിപ്പം ഇത് ഇങ്ങനെ കാണിച്ചു തരുന്നത് ചില വീഡിയോകളിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്കത് മനസ്സിലായില്ല എന്ന് പറയാറുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ 5 എണ്ണം നിരത്തി വെച്ച് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക ഫുള്ളായിട്ട്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് അലമാരയിൽ തുണികൾ അടുക്കി വെക്കുവാനും അതുപോലെ തന്നെ സ്ഥലം കുറവുള്ളവർക്കൊക്കെ വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. അടുത്തതായിട്ട് 2 വള എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വള എടുത്ത് മേളിലും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമുക്ക് ഇത് അലമാരയിൽ വേണമെങ്കിൽ നമുക്ക് ഡ്രസ്സൊക്കെ തൂക്കിയിടാം, അല്ലെങ്കിൽ നമ്മൾ ഹിജാബുകൾ തൂക്കിയിടാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ചെറിയ എന്താണ് ടർക്കികളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇത് ഹാങ് ചെയ്യാനായിട്ട് അലമാരയിൽ സാധിക്കും. ഇനി നമുക്ക് അടുക്കളയിൽ കിച്ചൺ ടവൽ നമ്മൾ എവിടെ എടുത്തു വെച്ചാലും അത് അവിടെ ഇവിടെയൊക്കെ പോയി കിടക്കും അല്ലേ. നമുക്ക് അത്യാവശ്യം നമ്മൾ രാവിലെ എന്താണ് ഹറിബറിയിൽ നമ്മൾ നോക്കുമ്പോൾ കാണാറില്ല. അപ്പോൾ ഇതുപോലെ ഇത് നല്ല ഭംഗിയുണ്ട്, ഒരു അഭംഗിയില്ല. നമ്മളെ കിച്ചണിൽ ഇതുപോലെ നമുക്ക് ചെയ്തു വെക്കാനായിട്ട് സാധിക്കും. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുന്ന സഞ്ചികൾ, ചെറിയ കൈ തൊടുക്കുന്ന തുണികൾ, നമ്മളുടെ തട പിടിക്കുന്ന തുണികൾ, അല്ലെങ്കിൽ നമ്മൾ പാത്രമൊക്കെ കഴുകി തുടക്കുന്ന തുണികൾ എല്ലാം നമുക്ക് ഇതിൽ ഒരേ സമയം തന്നെ നമുക്കിത് ഹാങ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് ഞാൻ ഇപ്പോൾ സെക്കൻഡ് കിച്ചൻ്റെ നമ്മളുടെ വാതിലിലാണ് ഇത് തൂക്കുന്നത്. ഞാൻ സെക്കൻഡ് കിച്ചണിലാണ് കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് തൂക്കിയിട്ടാൽ യാതൊരു അഭംഗിയില്ല, നമ്മളുടെ കയ്യെത്തും ദൂരത്ത് നമുക്ക് എത്തുകയും ചെയ്യും. അതുപോലെ നമ്മൾ വെറുതെ കളയുന്ന വള നമുക്ക് കളയേണ്ട ആവശ്യവുമില്ല. അടുത്തായിട്ട് ഇതുപോലെ ഒരു ചെറിയ കണ്ടെയ്നർ എടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ വള ചെറുതായത് കൊണ്ട് മാത്രമാണ് ചെറിയ കണ്ടെയ്നർ എടുക്കുന്നത്. നിങ്ങളുടെ വള വലുപ്പമുള്ളതാണെങ്കിൽ വലിയ കണ്ടെയ്നർ എടുക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഓട്ടയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ സിങ്കിൽ പെട്ടെന്ന് ബ്ലോക്ക് വരുന്നത്, നമ്മൾ ഭക്ഷണം പാത്രത്തിൽ നിന്ന് വേസ്റ്റ് നമ്മൾ വേസ്റ്റ് ബോക്സിലേക്ക് ഇട്ടാലും ചെറിയ തരികളും പൊടികളും ഒക്കെ എന്ത് വന്നാലും നമ്മളുടെ സിങ്കിലേക്ക് പോകും അല്ലേ. അങ്ങനെ പോകാതിരിക്കാനായിട്ട് നമുക്ക് വള കൊണ്ട് ഇതുപോലൊരു സൂത്രം ചെയ്യാം. അപ്പോൾ വള എടുത്തിട്ടുണ്ട്. ആ വള നമുക്ക് ഈ ഒരു ഡബിൾ സൈഡ് ടേപ്പ് എടുക്കുന്നുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടേപ്പ് തന്നെ എടുക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെയാണോ ഒട്ടിക്കേണ്ടത് അവിടെ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് വള ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. വേണമെങ്കിൽ ഒരെണ്ണം കൂടെ അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഇതെടുത്ത് മാറ്റി അവിടെ ഒന്ന് തുടച്ചാൽ മാത്രം മതി. എന്നിട്ട് ഈ പാത്രം ഇതുപോലെ വെച്ചതിന് ശേഷം ചെറിയ ഇതുപോലുള്ള വേസ്റ്റുകളില്ലേ, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് ഓട്ടയിട്ടത് കൊണ്ട് തന്നെ അതിലുള്ള വെള്ളം മൊത്തം അതിലേക്ക് താഴോട്ട് പൊയ്ക്കോളും, വേസ്റ്റ് ഒന്നും പോകാതെ തന്നെ. അപ്പോൾ നമ്മളുടെ സിങ്കിലെ വേസ്റ്റ് ഒന്നും വന്ന് തടയാതെ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കും. നമ്മളെപ്പോഴും തേച്ച് കഴുകേണ്ട ഒരു എന്താ പറയുക, നമ്മൾ അഴുക്ക് പിടിച്ച പോലെയൊന്നും നമ്മളുടെ സിങ്ക് പെട്ടെന്നാവില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വേസ്റ്റ് മൊത്തം ആ ഒരു പാത്രത്തിലേക്കല്ലേ നമ്മൾ എന്നിട്ട് പാത്രം കഴുകി കഴിയുമ്പോൾ ആ ഒരു വേസ്റ്റ് നമ്മൾ വേസ്റ്റ് ബോക്സിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. കുട്ടികളോട് ചില സമയം എത്ര പറഞ്ഞാലും അവർ കുറച്ചൊക്കെ വേസ്റ്റ് പാത്രത്തിലുണ്ടാവും അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു സ്പോഞ്ചൊക്കെ നല്ല നനഞ്ഞിരിക്കും അല്ലേ. പിന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൽ ബാക്ടീരിയ വരാനും അതുപോലെ അത് നമുക്ക് വയറിന് ബുദ്ധിമുട്ടുണ്ടാക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിലുള്ള വെള്ളം മൊത്തം ഊറി താഴോട്ട് പോകും, നല്ല ഡ്രൈ ആയിട്ട് ഇരുന്നോളും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വേസ്റ്റിൻ്റെ വെള്ളം മൊത്തം പോയി കഴിയുമ്പോൾ നമ്മൾ ആ സിങ്കും കണ്ടില്ലേ നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്നുണ്ട്, യാതൊരു അഴുക്കും ഇല്ലാതെ. നമ്മൾ തേച്ചൊന്നും കഴുകേണ്ട ആവശ്യം തന്നെ ഉണ്ടാവില്ല. ഇതൊന്ന് വേസ്റ്റിലേക്ക് കൊട്ടിക്കളഞ്ഞാൽ മതി. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു സ്പോഞ്ച് എന്ന് മാത്രമല്ല, നമ്മുടെ സ്ക്രബ്ബറും വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ വെക്കാവുന്നതാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് സഹായിക്കുള്ളൂ. അപ്പം നിങ്ങൾ ചെയ്തു നോക്കണം കേട്ടോ. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടും വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമല്ലേ. അടുത്തായിട്ട് നമ്മൾ ഒരു ഹാങ്ങർ എടുത്തിട്ടുണ്ട്. ഈ മഴക്കാലത്ത് എത്ര തുണി ഉണക്കിയാലും ഉണങ്ങാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ അഴയൊക്കെ നിറഞ്ഞ് തുളുമ്പും അല്ലേ, സ്ഥലം ഇല്ലാതെ വരും. ലാസ്റ്റ് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ തുണികൾ ഇടാൻ തുടങ്ങും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ഒരു
5 വള എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടേപ്പ് എടുക്കണം, നല്ല രീതിയിൽ ഒട്ടുന്ന. അത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളുടെ വളയും അതുപോലെ തന്നെ നമ്മളുടെ ഹാങ്ങറും കൂടെ തമ്മിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, എൻ്റെ കൈ കൊണ്ട് സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ കെട്ടാൻ പറ്റില്ല, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു നൂലെടുത്തിട്ട് കെട്ടിക്കൊടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ടേപ്പ് എടുക്കുന്നത് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. നമുക്കിത് എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമ്മൾ തുണികളൊക്കെ വിരിക്കുമ്പോൾ നമുക്ക് പല രീതിയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ചെറിയ ചെറിയ സോക്സുകൾ ഇതിലിട്ട് ഉണക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ അഴയുടെ സ്ഥലമില്ല എന്ന് തോന്നിയാൽ ഇതിൽ 2-3 ഹാങ്ങർ, 5 ഹാങ്ങർ നമുക്ക് അറ്റ് എ ടൈമായിട്ട് നമുക്ക് ഇതിൽ ഇടാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ നമുക്ക് ഷെൽഫിലും സ്ഥലമില്ല എന്ന് തോന്നിയാൽ ഇതുപോലെ ഇതേ മെത്തേഡ് തന്നെ നമുക്ക് നമ്മളുടെ കബേർഡിലും, നമ്മൾ തുണികൾ വെക്കുന്ന കബേർഡിലും നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഒരു ഇതിലെ നമ്മൾ ഹിജാബുകളൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലത്തൊന്നും കാണില്ല അല്ലേ, പലതും പല സ്ഥലങ്ങളിലായിരിക്കും. അപ്പോൾ ഹിജാബുകൾ ഇതിൽ ഹാങ് ചെയ്ത് തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് തന്നെ ഒരു 2 ഹാങ്ങർ ഉണ്ടെങ്കിൽ 10 ഹിജാബ് നമുക്ക് തൂക്കിയിടാനായിട്ട് സാധിക്കും. അങ്ങനെ പല രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എന്താണോ എങ്ങനെയാണോ ആവശ്യം ആ രീതിയിൽ നിങ്ങളിത് ചെയ്തെടുക്കുക. ഈ ഒരു മെത്തേഡ് തന്നെ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഞാനതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല, ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടേപ്പ് എടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഹാങ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല സ്ട്രോങ് ആണോ എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ. നല്ല ഭംഗിക്ക് ഒരു കുറവുമില്ല, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ യൂസ്ഫുൾ ആണെന്ന്. ഇപ്പോൾ ഒരു 5 ഷർട്ടാണെങ്കിൽ ഇതുപോലെ വിരിച്ചിടുമ്പം എത്ര സ്പേസ് നമുക്ക് വേണ്ടി വരും, കുറേ സ്പേസ് വേണ്ടി വരും അല്ലേ. ഇങ്ങനെ അടുക്കി ഇടേണ്ടേയും വരും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ ഒരു ഹാങ്ങർ ഉണ്ടെങ്കിൽ അറ്റ് എ ടൈം നമുക്കൊരു 5 ഹാങ്ങറിൽ 5 ഷർട്ട് നമുക്ക് ഇതുപോലെ ഇട്ട് നമുക്ക് ഉണക്കിയെടുക്കാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ല ടിപ്പാണ്. നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന വള കൊണ്ട് ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ എളുപ്പമല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് വഴി നിങ്ങൾ അറിയിക്കണം കേട്ടോ. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഇടാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അടുത്തതായിട്ട് നമ്മളുടെ കർട്ടൻ നമ്മൾ ഇങ്ങനെ നല്ല ഭംഗിക്ക് ഒതുക്കി വെക്കാനായിട്ട് നമുക്ക് ഈ ഒരു വള കൊണ്ട് വളരെ ഉപയോഗപ്രദമാണ് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ല കിഡിലൻ ഒരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.